years and still relevant. Over to you, sir. Thank you. A very, very warm good evening to all of you. പരിചിതമുള്ള മുഖങ്ങൾ കാണുന്നു, പരിചയമുള്ള പേരുകൾ കാണുന്നു, പ്രൊഫൈൽ പിക്ചറുകൾ കാണുന്നു. വളരെ സന്തോഷം എല്ലാവരെയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റുന്നതിൽ. യഥാർത്ഥത്തിൽ മുഖത്തൊരു ചിരി ഉണ്ടെങ്കിലും ഹൃദയത്തിൽ വലിയ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവപ്രസാദ് സാറിനൊക്കെ അറിയാം. എർത്തവർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഓൺ ഗ്രൗണ്ട് ആക്ടിവിറ്റി ആയിരുന്നു. ഏകദേശം ഒരാഴ്ചക്കാലം നമ്മൾ ഒരു 4-5 ദിവസം മെയിൻലി നമ്മൾ ഫീൽഡിൽ ഇറങ്ങി ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഭൗമമണിക്കൂറിനെ കുറിച്ച് സംസാരിക്കുകയും അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുകയും ചെയ്യുന്ന നമ്മൾ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് 15 വർഷമായിട്ട് നടത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഈ വർഷം കൊറോണ കാരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ തലത്തിലുള്ള പല പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടെങ്കിലും ഡൽഹി ഓഫീസിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം തന്നിട്ടുണ്ട്. WWF ഇന്ത്യ ആയിട്ട് നമ്മൾ ഓൺ ഗ്രൗണ്ട് ആക്ടിവേഷൻസ് ഒന്നും ചെയ്യണ്ട, ഡിജിറ്റൽ എൻഗേജ്മെന്റ്സ് മാത്രം ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഈ വർഷം ഡിജിറ്റൽ എൻഗേജ്മെന്റ്സ് മാത്രം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ കണ്ട ചില ഇനിഷ്യേറ്റീവ്സ്, നമ്മളൊരു പോയട്രി കോമ്പറ്റീഷൻ നടത്തി, ഒരു പോസ്റ്റർ ഡിസൈനിങ് കോമ്പറ്റീഷൻ നടത്തി. അതുപോലെ തന്നെ നമ്മൾ സ്പീക്കപ്പ് ഫോർ നേച്ചർ വീഡിയോസ്, നമ്മൾ 15 എക്സ്പേർട്സിനെ കേരളത്തിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ 1 മിനിറ്റ് വീഡിയോസ് ആയിട്ട് സ്പീക്കിംഗ് അപ്പ് ഫോർ നേച്ചർ, പല കാര്യത്തിനു വേണ്ടി അവര് ശബ്ദമുയർത്തി നിലപാടെടുക്കുന്ന ആ വീഡിയോസ് ആണ് നിങ്ങൾ കണ്ടത്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ശനിയാഴ്ച വളരെ പരിമിതമായിട്ട് ഒട്ടും തന്നെ നമുക്ക് പിടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഇന്റർ സൈക്ലിംഗ് എംബസി ആയിട്ട് ചേർന്ന് അവരല്ലെങ്കിൽ തന്നെ ചെയ്യുന്നുണ്ട് സൈക്കിൾ റാലി. അപ്പൊ ആ സൈക്കിൾത്തോൺ നമ്മൾ ശനിയാഴ്ച മാർച്ച് 27-ാം തീയതി രാവിലെ മാനവീയം വീതിയിൽ അവിടുന്ന് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ മ്യൂസിയം ആൻഡ് സൂവില് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് പ്രോഗ്രാമും വൈകിട്ട് മ്യൂസിയം ആൻഡ് സൂ കോമ്പൗണ്ടിൽ തന്നെ ഒരു ചെറിയൊരു ക്യാൻഡിൽ ലൈറ്റ് വിജിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട്. അപ്പം നമ്മൾ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ വോളണ്ടിയർ ടോക്ക് കഴിഞ്ഞ അനേക കൊറോണ തുടങ്ങിയ സമയം മുതൽ നമ്മൾ വോളണ്ടിയർ ടോക്ക് നമ്മളിങ്ങനെ നടത്തി പോകുന്ന ഏകദേശം 30-ൽ കൂടുതൽ സെഷൻ നമ്മൾ നടത്തി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കും വളരെ നല്ല റിസോഴ്സ് പേഴ്സണേയും വെച്ച് നമ്മൾ 70-80 പാർട്ടിസിപ്പേഷൻ വെച്ച് നമ്മൾ ഈ പ്രോഗ്രാം നടത്തി. അപ്പം എർത്തവർ നമ്മൾ ഡിജിറ്റലായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ചു ഈ ആഴ്ചത്തെ വോളണ്ടിയർ ടോക്ക് നമ്മൾ എർത്തവറിന്റെ ഒരു ഇതിൽ തന്നെ വെക്കാം എന്നുള്ളത്. ചില ആൾക്കാർ ഇപ്പൊ ശിവപ്രസാദ് സാറിനെ പോലെ അല്ലെങ്കിൽ മനോഹരൻ സാറിനെ പോലെ ഉള്ളവർക്കൊക്കെ എർത്തവറിനെ കുറിച്ച് വളരെ നല്ല പരിചയമുണ്ട്. എന്നാൽ ചിലരെങ്കിലും ഇതിൽ എർത്തവർ എന്താണെന്നോ അതിന്റെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം 24-ാം തീയതിയാണ്. ഇനി നമ്മുടെ മുന്നിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടെയുണ്ട്. അപ്പം നിങ്ങൾ ഈ ഭൗമമണിക്കൂറിനെ കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലും സഹപ്രവർത്തകരുടെ ഇടയിലും അയൽവാസികളുടെ ഇടയിലും ഒക്കെ പറയുവാനായിട്ട്, ഇതിന്റെ ആ ഒരു സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് ഇടയാകുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ വോളണ്ടിയർ ടോക്ക് നമ്മൾ ഭൗമമണിക്കൂർ അല്ലെങ്കിൽ എർത്തവറിൽ വെക്കുവാനായിട്ട് ഇടയുണ്ടായത്. ഞാൻ ജസ്റ്റ് ഒരു പ്രസന്റേഷൻ വളരെ പെട്ടെന്ന് റൺ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി ഞാനത് ടെക്നിക്കൽ ആകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, എന്റെ സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു അല്ലേ? കാണാം. ഓക്കെ, മൂവ് ഷെയർ സം. ഓക്കെ, എർത്തവർ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ അടുത്ത് പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സ്ലൈഡ്സ് ട്രാൻസിഷൻ ഉണ്ടോ? ഒരു ചെറിയ വീഡിയോ ഉണ്ടായിരുന്നു, നല്ലോണം പ്ലേ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
did the video play well? Yes, sir. It was playing well. Okay. That's good. അപ്പം ആ വീഡിയോ WWF-ന്റെ എന്താ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന മേഖലകളെ കുറിച്ച്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പീഷീസിനെ കുറിച്ച്, നമ്മുടെ പ്രോജക്ട്സ് ആൻഡ് പ്രോഗ്രാംസിനെ കുറിച്ചാണ്. അതിന്റെ ആ വീഡിയോയുടെ ഏറ്റവും പുറകിൽ എഴുതിയിരുന്ന ആ ഒരു ക്യാപ്ഷൻ, ഇൻസ്പയറിംഗ് ആക്ഷൻ ഫോർ എ പോസിറ്റീവ് ചേഞ്ച്. അത് തന്നെയാണ് നമ്മൾ ഈ എർത്ത് അവറിന്റെ ഭാഗമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു കാര്യം. അപ്പം എർത്ത് അവറിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു സിംബോളിക് ആക്ഷൻ അഗെയിൻസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു വലിയ, പണ്ട് പറയുമായിരുന്നു അതൊരു കെട്ടുകഥയാണ് എന്നുള്ളത്. അതൊരു മിഥ്യയല്ല, അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയുണ്ടായി. പക്ഷേ നമ്മൾ ചിലപ്പോൾ മനസ്സിലാകാത്തൊരു കാര്യമായിരിക്കും നമ്മുടെ ഊർജ ഉപയോഗം, അതിനെ പറ്റിയുള്ള ഊർജ ഉൽപാദനം, വർദ്ധിപ്പിച്ചു വരുന്ന ഊർജ ഉൽപാദനമാണ് ഇതിന്റെ ആഘാതം കൂട്ടുന്നത് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കത്തില്ലായിരിക്കും. അപ്പം അത് തന്നെ ഊർജ ഉൽപാദനത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ താപവൈദ്യുതി നിലയങ്ങൾ, തെർമൽ പവർ പ്ലാന്റ്സ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ ഒരു വലിയൊരു സോഴ്സ് തന്നെയാണ്. അത് ഈ ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനത്തിനെ ആക്സലറേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞ ആഗോള പ്രതിഭാസത്തെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും, അത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്, അനേക ഉടമ്പടികൾ വരുന്നുണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജ ഉപയോഗം, അതിനെ ബന്ധിപ്പിച്ചുള്ള ഊർജ ഉൽപാദനമാണ് ഇതിന്റെ പുറകിലത്തെ ഒരു പ്രധാന കാരണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഊർജ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു വോളണ്ടറി എഫേർട്ടായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് എർത്ത് അവറിന് നമ്മൾ എപ്പോഴും പറയുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ്. ആൻഡ് സ്വിച്ച് ഓഫ് എന്ന് നമ്മൾ പറയുന്നത് നോൺ എസെൻഷ്യൽസ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എല്ലായിടവും ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് നമ്മുടെ സെക്യൂരിറ്റി ഒന്നും കോംപ്രമൈസ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നില്ല. നമുക്ക് ആവശ്യമില്ലാത്ത വൈദ്യുതി ഉപകരണങ്ങൾ, വിളക്കുകൾ എല്ലാം അണച്ച് നമ്മുടെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക. അത് എർത്ത് അവർ നമ്മൾ സിംബോളിക്കായിട്ട് മാർച്ച് മാസം നമ്മൾ ചെയ്യുന്നു, എല്ലാ വർഷവും ചെയ്യുന്നു. പക്ഷെ ആ ഒരു ഒരു സന്ദേശം ജനങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് എത്തിക്കുക, അത് എല്ലാ ദിവസവും നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 19ാമത്തെ ഇലക്ട്രിക് പവർ സർവേ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഊർജ ഉപയോഗം ഓരോ വർഷവും, ഓരോ 2 വർഷത്തെ ഒരു കണക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെ കൂടുന്നു എന്നുള്ളത്. ഏകദേശം അടുത്തൊരു 10 വർഷം ആകുമ്പോഴത്തേക്ക് ഇപ്പം 20,000 മില്യൺ യൂണിറ്റ്സ് ആണെങ്കിൽ 2026-27 ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് 38,756 എന്ന് പറഞ്ഞാൽ ഒരു 50% കൂടുതൽ വർധനവ് നമ്മുടെ ഊർജ ഉപയോഗത്തിൽ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. അപ്പൊ ഊർജ ഉൽപാദനത്തിന്റെ കാര്യം പറയുകയാണെങ്കിലോ, കേരളത്തിൽ നമുക്കറിയാം നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ജലവൈദ്യുതി പദ്ധതികളെയാണ്. ആ ജലവൈദ്യുതി പദ്ധതികൾ ഏകദേശം സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൈലന്റ് വാലി പദ്ധതി, ആതിരപ്പള്ളി പദ്ധതി, പാത്രക്കടവ് പദ്ധതി, അങ്ങനെ പല പദ്ധതികളും നമുക്ക് നടപ്പിലാക്കാൻ പറ്റാതെ നമ്മൾ നിൽക്കുന്നത്. പാരിസ്ഥിതികമായിട്ട് അതിന് വലിയ ആഘാതമുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. നമുക്ക് താപവൈദ്യുതി നിലയങ്ങൾ ആയംകുളത്ത് നമുക്ക് പേരിന് വേണ്ടി ഒരെണ്ണമുണ്ട്. നമുക്ക് താപവൈദ്യുതി നിലയം നടത്തിക്കൊണ്ടു പോകാനായിട്ടുള്ള ഫ്യൂവൽസ് നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടുന്നെങ്കിലും പുറത്തുനിന്ന് ഫ്യൂവൽ കൊണ്ടുവന്ന് നമ്മളൊരു താപവൈദ്യുതി നിലയം റൺ ചെയ്യുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താപവൈദ്യുതി നിലയം ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിൽക്കെ നമ്മൾ അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ആണവ നിലയങ്ങൾ കേരളത്തിൽ നമുക്ക് പ്രത്യേകിച്ച് തീരപ്രദേശത്ത് നമുക്ക് അൺഓക്യുപ്പൈഡ് ആയിട്ടുള്ള ലാൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ അതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് ന്യൂക്ലിയറിനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ നമ്മുടെ മുന്നിൽ വളരെ പരിമിതമായിട്ടുള്ള ഹൈഡൽ എനർജി അല്ലെങ്കിൽ തെർമൽ എനർജി, പിന്നെ വിൻഡ് എനർജി സോഴ്സസ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏകദേശം 24 മില്യൺ യൂണിറ്റ്സ് ആണ്. എന്നാൽ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മളിപ്പം ഉപയോഗിക്കുന്നത് ഏകദേശം 83 മെഗാ യൂണിറ്റ്സ് ആണ്. അപ്പൊ ഏകദേശം 59 മെഗാ യൂണിറ്റ്സ് അല്ലെങ്കിൽ മില്യൺ യൂണിറ്റ്സ് നമ്മൾ പുറത്തു നിന്ന് ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ മേടിക്കുകയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. അപ്പം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ ഗ്രിഡിൽ നിന്ന് ആണ് നമുക്ക് ഈ വൈദ്യുതി കിട്ടുന്നത്. ഈ സെൻട്രൽ ഗ്രിഡ് ഇന്ത്യയിൽ മെയിൻ ആയിട്ടും പവർ ചെയ്യുന്നത് തെർമൽ എനർജി പവർ പ്ലാന്റ്സ് ആണ്. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലെ
രാമകുണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് കൽക്കരി ഇട്ട് കത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നാണ് നമുക്ക് ഈ വൈദ്യുതി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് കേരളത്തിൽ ആയിരിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ യൂണിറ്റ് വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിക്കുമ്പോഴും അത് സോ കോൾഡ് ഗ്രീൻ ഹൈഡൽ പവർ പ്രോജക്ട്സും ഗ്രീൻ അല്ല, അതിന് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും നോക്കിയാൽ മറ്റ് സോഴ്സസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഗ്രീൻ എന്ന് നമുക്ക് വിളിക്കാമെങ്കിലും നമ്മളെ കേരളത്തിൽ നമ്മൾ ഊർജ്ജം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് ഹൈഡൽ സോഴ്സിൽ നിന്ന് തന്നെ ആകണമെന്നില്ല, അത് മെയിൻ ആയിട്ട് നമ്മുടെ സെൻട്രൽ ഗ്രിഡിൽ നിന്ന് വരുന്ന തെർമൽ സോഴ്സിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഊർജ്ജ ഉപയോഗം നമ്മൾ കൂട്ടിയാൽ നമ്മൾ ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്നു എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 2009 മുതൽ 2007 മുതൽ നമ്മള് ഈ ഭൗമ മണിക്കൂർ ആചരിച്ചു വരുന്നുണ്ടെങ്കിലും അതിനൊട്ടും തന്നെ ഒരു റെലവൻസ് കുറഞ്ഞിട്ടില്ല. 15 വർഷം കഴിഞ്ഞിട്ടും എർത്ത് അവർ ഇസ് വെരി സിഗ്നിഫിക്കന്റ്, എസ്പെഷ്യലി ഫോർ എ സ്റ്റേറ്റ് ലൈക്ക് കേരള. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ അന്തരം, നമ്മുടെ ഊർജ്ജ ഉപയോഗം കൂടി പോകുന്നു, നമ്മുടെ ഊർജ്ജ ഉൽപാദനം കുറവാണ്, പരിമിതമാണ്, നമ്മൾ സെൻട്രൽ ഗ്രിഡിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള കേരളീയരായിരിക്കുന്ന നമ്മുടെ മുന്നിലുള്ള പിന്നെയുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മൈക്രോ ആൻഡ് മിനി ഹൈഡൽ പ്രോജക്ട്സ് ആണ്. അതിനും കേരളത്തിൽ വളരെ പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എനർജി കൺസർവേഷൻ. അതുകൊണ്ട് തന്നെയാണ് KSEBയും എനർജി മാനേജ്മെന്റ് സെന്ററും ഒക്കെ ഇൻകാൻഡസെന്റ് ബൾബുകളായിരുന്നു നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്ന് CFL-ലേക്ക് പോയി, അത് കഴിഞ്ഞാൽ ഇപ്പം വന്ന് സാങ്കേതിക വിദ്യയൊക്കെ വികസിപ്പിച്ച് ഇപ്പം നമ്മൾ LED, കുറെ കൂടെ കാര്യക്ഷമമായിട്ടുള്ള LED ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ KSEBക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസസ്. അതിലും അവര് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പിന്നെ കേരളീയരായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലായിരിക്കുന്ന പലർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഗോയിങ് റിന്യൂവബിൾ എനർജി, പ്രത്യേകിച്ച് സോളാർ റൂഫ് ടോപ്പ്. പല രാജ്യങ്ങളും, ഐസ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ 365 ദിവസം പകുതി വർഷവും അവർ സൂര്യനെ കാണുന്നില്ല. പക്ഷെ നമുക്ക് വളരെ അനുഗ്രഹീതമായിട്ടൊരു കാലാവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ 365 ദിവസവും സൂര്യൻ നമ്മുടെ മുകളിൽ ഇങ്ങനെ ഉദിച്ച് തിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ ആ സോളാർ എനർജി ടാപ്പ് ചെയ്യാനായിട്ടുള്ള, അത് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്, ഓഫീസുകളിൽ നിന്ന്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നെല്ലാം സോളാർ റൂഫ് ടോപ്പ് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. ഈ സ്ലൈഡിൽ കാണുന്ന പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WWF തന്നെ, WWF എർത്ത് അവർ ആചരിക്കുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഇതിനകത്തെ പ്രോഗ്രാം, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എനർജി പ്രോഗ്രാമിന്റെ കീഴിൽ കേരളം എങ്ങനെ 2050 ആകുമ്പോഴത്തേക്ക് ഹൗ കേരള ക്യാൻ ഗോ 100% റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞൊരു സ്റ്റഡി വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ എനർജി ആയിട്ട് ചെയ്ത് സർക്കാരിന് നമ്മൾ ആ റിപ്പോർട്ട് സമർപ്പിക്കുവാനായിട്ട് ഇടയുണ്ടായി. സർക്കാർ പറഞ്ഞു ഇത് ഒരു ജില്ലയെ അടിസ്ഥാനപ്പെടുത്തി നടത്തണം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളത് പാലക്കാടിന് വേണ്ടി നടത്തി. അതിന്റെ റിപ്പോർട്ട് റിലീസ് ഫംഗ്ഷന്റെ പടമാണ് താഴെ കാണുന്നതൊക്കെ. അതുപോലെ തന്നെ അനേക പബ്ലിക്കേഷൻസ്, റിന്യൂവബിൾസ് ഫോർ ലൈഫ് സ്റ്റൈൽ ഷിഫ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കേരള സർക്കാർ ഇത് ടേക്കപ്പ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്ക് ഒരു വലിയൊരു മാറ്റം വരുത്തി കേരളത്തിന് എങ്ങനെയാണ് കൂടുതലായിട്ട് സോളാർ ടാപ്പ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഈ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു വസ്തുത തന്നെയാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പം ഭൗമമണിക്കൂർ പറയുന്നത് ഊർജ്ജ സംരക്ഷണത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും അതിനപ്പുറം ഒരു വലിയ ആഘാതമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. WWF ഏകദേശം 100-ൽ പരം വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ചേർന്ന് എല്ലാ 2 വർഷവും കൂടുമ്പോൾ പുറത്തിറക്കുന്ന ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും ഈ ഒരു ജൈവവൈവിധ്യം മേഖലയിൽ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടാണ് ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഫുൾ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കിട്ടും. ഗൂഗിളിൽ നിങ്ങളൊന്ന് ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് എന്ന് സെർച്ച് ചെയ്താൽ ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള 2020 റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. വളരെ അലാമിംഗ് ആയിട്ടുള്ള ഫിഗർ ആണ് നമുക്ക് നൽകുന്നത്. 2020 ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ഒരു 40-50 വർഷത്തെ ഡേറ്റ സ്റ്റഡി ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 60% ജൈവ വൈവിധ്യത്തിൽ വലിയ മാറ്റം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടായി എന്നുള്ളത് വെറും 40-50 വർഷത്തെ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം അത് ജൈവ വൈവിധ്യത്തിൽ നഷ്ടമാണ് അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്ന് ഈ സ്ലൈഡിൽ കാണുന്ന ഇൻഡയറക്ട് ഡ്രൈവേഴ്സ്, പ്രഷേഴ്സ്, ഹ്യൂമൻ ആക്ടിവിറ്റി, നമ്മുടെ മത്സ്യബന്ധനം, നമ്മുടെ കൃഷി, നമ്മുടെ ഊർജ്ജ ഉൽപാദനം, നമ്മുടെ മൈനിങ് ആക്ടിവിറ്റീസ്, അതുപോലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഫോറസ്ട്രി ഓപ്പറേഷൻസ്, അങ്ങനെ ഡയറക്ട് ഇൻഡയറക്ട് ഡ്രൈവേഴ്സ് ആൻഡ് പ്രഷേഴ്സ് ഓൺ ആക്ടിവിറ്റീസ് ആണ് ഈ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമായത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ എന്ന് പറയുന്നത് ഈ വലിയ ഒരു വെബ് ഓഫ് ലൈഫിന്റെ ഒരു കണ്ണി മാത്രമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കാട്ടിൽ കടുവയുണ്ടെങ്കിലേ കാടുള്ളൂ,
കാടുണ്ടെങ്കിലേ നാടുള്ളൂ, നാടുണ്ടെങ്കിലേ നമുക്ക് മനുഷ്യന് നിലനിൽക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ കടലിൽ കടലാമയുണ്ടെങ്കിലേ കടലുള്ളൂ, കടൽ നിലനിന്നാലേ നമ്മളുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം. അപ്പം കാടും കടലും കടലാമയും കടുവയും ഒക്കെ നിലനിന്നാലേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ നമ്മള് ഭൗമമണിക്കൂർ ഇതിനെക്കുറിച്ച് നമ്മൾ ഊർജ്ജ സംരക്ഷണത്തിന് ആക്കാൻ കൂട്ടി പറയുകയാണെങ്കിലും ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ ഇതില് ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോഴത്തേക്ക് അത് തന്നെ ഈ ജൈവസമ്പത്തിന്റെ നഷ്ടത്തിന് ഒരു വലിയ കാരണമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കാൻ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ടിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അതിലേക്ക് പോകാൻ കാരണം എന്താണെന്ന് ഇത് പരിചയമില്ലാത്തവർക്ക് വേണ്ടി ചില കാര്യങ്ങളൂടെ പറഞ്ഞ് മാത്രം ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് ഒരു നമ്മള് എല്ലാ വർഷവും മാർച്ച് മാസത്തിന്റെ അവസാനത്തെ ശനിയാഴ്ചയാണ് ഇത് നടത്തുന്നതെങ്കിലും അതൊരു ഇവന്റ് ആയിട്ട് മാത്രം നമ്മൾ ഒതുക്കുന്നില്ല, അതൊരു ഗ്ലോബൽ മൂവ്മെന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് തുടക്കം കുറിച്ച് നമുക്ക് പലപ്പോഴും പല വ്യത്യാസവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ ഞാനിപ്പോ ഒരു വ്യക്തി ഇത് ചെറിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുമോ എന്നുള്ള. ഇപ്പൊ 2021 നമ്മള് ലോകത്തിലെ ഏറ്റവും വലിയ പാരിസ്ഥിതിക സംരംഭമായിട്ട് നമ്മൾ എർത്ത് കാണുന്നുണ്ടെങ്കിൽ അത് 2007 സിഡ്നി, ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന പട്ടണത്തില് ഒരു വളരെ ചെറിയ ലോക്കൽ ഇവന്റ് ആയിട്ട് തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇവന്റ് ആയി മാറിയിരിക്കുന്നത്. 2017 over 2 million people participated by switching off non-essential lights and it has now gone to 172 countries. അപ്പം ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന് പറഞ്ഞ പട്ടണത്തിൽ തുടങ്ങിയ 2007 തുടങ്ങിയ ഒരു സംരംഭം അതിന് കഴിഞ്ഞ 15 വർഷം കൊണ്ട് 172 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എൻവയോൺമെന്റൽ ഗ്രാസ് റൂട്ട് മൂവ്മെന്റ് ആയി മാറിയിരിക്കുന്നു എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യം വലിയ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് നമുക്കും ഓരോരുത്തർക്കും നിൽക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളൊരു വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഒരു വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു. Hi, I'm Felicity. I'm new. I'm Ashley. I'm Vibi. I'm Dimple. And I'm speaking up for audio കിട്ടുന്നില്ല. For our forest, Rivers and ocean. ഷെയർ സൗണ്ട് ഉണ്ടല്ലോ. അത് കുറച്ച് ലാഗ് ആണ്, നെറ്റ് കണക്ഷന്റെ പ്രശ്നം കൊണ്ട്. കുഴപ്പമില്ല, പ്ലേ ചെയ്ത് രഞ്ജേട്ടാ. I'm with ya. I got you through and through. Cover me up. We can't physically be together shoulder to shoulder, but we are together screen to screen. when we all unite, we can overcome the most difficult of challenges. We are in this together. Estamos en esto juntos. Ta cùng nhau chúng ta có thể làm được. This is the time to speak up for nature and show we care. 守护地球，一起更美更好。Earth Hour has been a moment for millions of people to come together. Taiwan and Auckland in New Zealand and Sydney in Australia. 首次开启线上互动仪式。 Join me and millions around the world. 与全世界一起关灯支持 Earth Hour。Earth Hour。 Earth Hour. I'm switching off for Earth Hour because I think our planet is worth fighting for. Change starts with us. And it doesn't matter how small the thing you're doing. If we can all make small steps in our daily lives, it all adds up to make a big difference. The COVID-19 pandemic has taught us new ways to work together and support one another. As we emerge from this challenging health, social and economic crisis, it is important that we continue to work together to face the planet's climate and nature crisis. Together in this, together we're strong and never alone. Let us
resolve with our hearts to help of nature. And we must act now. Common solution. Working together Strongly support nuestro planeta. humanity's impact Now on is the planet. time to act. Join us on the 27th of March at 8:30 p.m. for Earth Hour and Speak Up for Nature. Connect to Earth. It is our only home and we are all in this together. Happy Earth Hour. Happy Earth Hour. വീഡിയോസ് കാണിക്കുമ്പം അത് അത്ര എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പരിമിതി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നെറ്റ്വർക്ക് കവറേജിന്റെ പ്രോബ്ലമാണ്. എനിവേ നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏകദേശം 172 കൺട്രീസിൽ സാധാരണ ജനങ്ങൾ മുതൽ ലോകരാഷ്ട്ര നേതാക്കന്മാർ വരെ ആ കാര്യത്തിനുള്ള അവരുടെ ഒരു പ്ലഡ്ജിങ് ഫോർ പ്ലാനറ്റ് എർത്ത് എങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ എർത്ത് അവർ 2009 എർത്ത് അവർ ഇന്ത്യയിലേക്ക് വരുവാനായിട്ട് ഇടയുണ്ടായത്. ആ വർഷം തന്നെ തൊട്ട് തന്നെ നമ്മൾ കേരളത്തിലും ഇത് ആചരിച്ചു വരുന്നു. കേരളത്തില് ഏകദേശം ഇന്ത്യയിൽ 58 സിറ്റീസ് പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഒരു 5 million+ പീപ്പിൾ ഇതിനകത്ത്. അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവൻ, ഇന്ത്യ ഗേറ്റ് അങ്ങനെയുള്ള പ്രമുഖ മോണ്യുമെന്റ്സ് പോലും ഇതിനോട് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വിച്ച് ഓഫ് നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട്. ഏതാ സെന്തിൽ സാർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അനു, are you able to hear? ഓക്കെ. സോ ഇതിന്റെ മെയിൻ ഇവന്റ് എന്ന് നമ്മൾ പറയുന്നത് നമ്മള് എല്ലാ വർഷവും മാർച്ച് മാസം അവസാനത്തെ ശനിയാഴ്ചയാണ് നമ്മള് സ്വിച്ച് ഓഫ് ഫ്രം 8:30 to 9:30 PM ആൻഡ് കാൻഡിൽ ലൈറ്റ് വിജിൽ എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ ഒരു മെയിൻ ഇവന്റ്. അങ്ങനെയാണ് ഇത് ആരംഭിച്ചതും. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിൽ നിന്നും മുന്നോട്ട് വളരെയേറെ കാര്യങ്ങൾ നേടുവാനായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. ഇത് ഒരു ടൈം ലൈൻ ആണ് എർത്ത് അവറിന്റെ കാണിക്കുന്നത്. 2009 മുതൽ പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളും നിങ്ങൾക്ക് പരിചിതമുള്ള മുഖങ്ങളും മോണ്യുമെന്റ്സും ഒക്കെ, അമീർ ഖാൻ, അങ്ങനെ പല ആൾക്കാരും, അതുപോലെ തന്നെ എഫൽ ടവർ, ഇന്ത്യ ഗേറ്റ്, രാഷ്ട്രപതി ഭവൻ, അങ്ങനെ പല മോണ്യുമെന്റ്സും ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ ഓപ്ര, സിഡ്നി, അതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് 2020 നിങ്ങൾ കാണുന്ന ഈ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ 2020 നമ്മള് ഗിവ് അപ്പ് ടു ഗിവ് ബാക്ക്, 2019 20 ഗിവ് അപ്പ് ടു ഗിവ് ബാക്ക് ടു പ്ലാനറ്റ് എർത്ത് എന്ന് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വായു, നമുക്ക് വേണ്ട ജലം, നമുക്ക് വേണ്ട ആഹാരം എല്ലാം ഈ ഭൂമിയാണ് നൽകുന്നത്. ഈ ഭൂമി നമുക്ക് ഇതെല്ലാം നൽകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പകരം നൽകുവാനായിട്ട് നമ്മൾ എന്താ പകരം നൽകേണ്ടത്? നമ്മുടെ അത്യാഗ്രഹങ്ങൾ നമ്മൾ ഒന്ന് ഗിവപ്പ് ചെയ്യുക എന്നുള്ളത്. സോ ഗിവ് അപ്പ് ടു ഗിവ് ബാക്ക് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ആണ് 2019 2020 നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്ത് നടത്തുവാനായിട്ട് ഉണ്ടായത്. ചില പിക്ചേഴ്സ് കാണാം. അഭിഷേക് ബച്ചൻ, അമീർ ഖാൻ, അങ്ങനെ പല ഇന്ത്യയിലെ തന്നെ പല സ്ഥലങ്ങളിലുമുള്ള വലിയ പേഴ്സണാലിറ്റീസ്, ലാൻഡ്മാർക്സ്, അതുപോലെയുള്ള ഇവന്റ്സിന്റെ ഒക്കെ പടം കാണാം. കേരളത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാ വർഷവും നമ്മൾ പ്രസ് മീറ്റ് നടത്താറുണ്ട് പ്രസ് ക്ലബിൽ. അതുകൊണ്ട് തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ എല്ലാം നമുക്ക് അതിന് വേണ്ട നല്ല കവറേജ് നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ നമ്മൾ എർത്ത് അവർ നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു 4-5 ദിവസം നമ്മൾ പബ്ലിക് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സ്റ്റിക്കർ ക്യാമ്പയിൻ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും അതിന്റെ ക്യാപ്ഷൻസും, എനർജി കൺസർവേഷൻ ക്യാപ്ഷൻസും ഒക്കെ വെച്ച് നമ്മൾ പല സ്ഥലങ്ങളിലും ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഈ സ്റ്റിക്കർ ക്യാമ്പയിൻ നടത്തുന്നു. അതുപോലെ കോമ്പറ്റീഷൻസ് നടത്തി അതിന് വിന്നിംഗ് ആയിട്ട് നമ്മൾ CFL-ഉം LED ബൾബും ഒക്കെ കൊടുത്തിരുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഓൺ ഗ്രൗണ്ട് ആയിട്ട് ചെയ്തിരുന്ന ആക്ടിവിറ്റീസിന്റെ പടങ്ങളാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് സൈക്ലത്തോൺ. നമ്മളുമായിട്ട് എല്ലാ വർഷവും കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഇന്ത്യ സൈക്ലിംഗ് എംബസി എന്ന് പറയുന്ന സൈക്ലിംഗ് ഏജൻസി അവർ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വർഷവും മാനവീയം വീതിയിൽ ഈ ആഴ്ചയും ശനിയാഴ്ച നമ്മൾ 6:30 മാനവീയം വീതിയിൽ നമുക്ക് സൈക്ലത്തോൺ ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് അവിടെ വന്ന് സൈക്ലത്തോണിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ സൈക്ലത്തോൺ ചെയ്തതിന്റെ ഫോട്ടോഗ്രാഫ്സ് ആണ്. അതുപോലെ നമ്മളെ മ്യൂസിയം ആൻഡ് സൂല് നമുക്ക് അബുസാറിന്റെ ടീമിന്റെയും വലിയ സപ്പോർട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ അതിന് മുന്നേ ഇരുന്ന ഡയറക്ടേഴ്സ് ഉദയവർമ്മൻ സാർ ആണെങ്കിലും മറ്റു പലരും. അപ്പൊ നമ്മൾ രാവിലെ മ്യൂസിയം ആൻഡ് സൂ കോമ്പൗണ്ടിൽ നടക്കാൻ വരുന്ന ആൾക്കാരുമായിട്ട് ഈ ഭൗമ മണിക്കൂറിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഇന്ററാക്റ്റീവ് ഗെയിംസ്, അവർക്ക് പ്രൈസസ്, അതുപോലെ സ്റ്റിക്കേഴ്സ് അവരുടെ ഉടുപ്പിൽ പതിക്കുക, അങ്ങനെ പല ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തിരുന്നു. നമ്മുടെ മെയിൻ ഇവന്റ് ഈവനിങ് കാൻഡിൽ ലൈറ്റ് വിജിൽ ആയിരുന്നു. നമ്മൾ
കേരളത്തിൽ നമ്മൾ ഇത് തുടങ്ങിയത് ഗാന്ധി പാർക്കിൽ, ഈസ്റ്റ് ഫോർട്ടിൽ ഗാന്ധി പാർക്കിൽ നമ്മൾ തുടങ്ങി. കോവളത്ത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ശംഖുമുഖം ബീച്ചിൽ സാൻഡ് സ്കൾപ്ചർ, സുരേഷ് ഗോപി, അതുപോലെ ഡോക്ടർ ബിജു പ്രഭാകർ, പത്മാമോന്തി മാഡം, അങ്ങനെ പല പ്രമുഖ വ്യക്തികളെ നിങ്ങൾ ഇതിനകത്ത് കാണാം. നമ്മുടെ കാൻഡിൽ ലൈറ്റ് വിജിലിനകത്തും ഈവനിങ് മ്യൂസിക്കൽ ഈവനിങ് പ്രോഗ്രാമിനകത്തും നമുക്ക് കേരളത്തിൽ നമുക്ക് പാർട്ട്നേഴ്സ് വളരെ സജീവമായിട്ട് നമ്മളോട് പാർട്ട്ണർ ചെയ്തവരാണ് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ്, അതുപോലെ KCB. നമുക്ക് അവർക്ക് നേരത്തെ CFL ഉണ്ടായിരുന്നപ്പം അനേക CFLകളൊക്കെ ഈ പ്രോഗ്രാമിന് ഫ്രീ ആയിട്ട് തരികയും ചെയ്ത്, അതുപോലെ എനർജി മാനേജ്മെന്റ് സെന്റർ നമ്മളെ അതിന് സാമ്പത്തികമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെന്റ് മ്യൂസിയം ആൻഡ് സൂസ്, അവിടെ അവർ ക്യാൻഡിൽ ലൈറ്റ് വിജിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ പരിപാടി നടത്താനായിട്ടുള്ള സപ്പോർട്ട്, അതുപോലെ ഇന്റർ സൈക്ലിംഗ് എംബസി സൈക്ലത്തോണിനകത്ത് നമ്മളുമായിട്ട് പാർട്ണർ ചെയ്തു. അതുപോലെ നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നിംസ് ആർട്ട് ഫൗണ്ടേഷനും സാമ്പത്തികമായിട്ട് നമ്മളെ ഈ പ്രോഗ്രാമിനകത്ത് വലിയ രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്തവർ കഴിഞ്ഞ വർഷം 2020 മാർച്ചില് പരിമിതികളോടുകൂടിയൊക്കെ നമ്മൾ നടത്തുവാനായിട്ട് 172 നിന്ന് 190 കൺട്രീസിലേക്ക് അത് പോകാനായിട്ടും 4.7 ബില്യൺ ഒരു ടോട്ടൽ ഗ്ലോബൽ ഇംപ്രഷൻസ്, അതും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് നടന്നത്. അതാണ് ആ ടോട്ടൽ ഗ്ലോബൽ ഇംപ്രഷൻസ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഇംപ്രഷൻസ് ആയിട്ട് നമുക്ക് ആ പ്രോഗ്രാം നടത്തുവാനായിട്ട് ഇടയുണ്ടായത്. അപ്പം നമ്മൾ 2021 വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാര്യം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. പ്രത്യേകിച്ച് പറയുന്നത് ചിലപ്പോഴൊക്കെ പത്രമാധ്യമങ്ങളിനകത്ത് പടം വരും, വഴിവിളക്കുകൾ അണച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വഴിവിളക്കുകൾ അണയ്ക്കാനായിട്ട് പറയുന്നില്ല. അത് സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്യും. ആവശ്യമില്ലാത്ത വൈദ്യുതി ഉപകരണങ്ങൾ, ലൈറ്റുകൾ അണയ്ക്കുക. സ്വിച്ച് ടു റിന്യൂവബിൾസ്, നമുക്ക് വീടുകളിൽ നമ്മുടെ സോളാർ റൂഫ് ടോപ്പ് അതുപോലുള്ള റിന്യൂവബിൾസിലേക്ക് മാറാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് ചെയ്യുക. ഗിവ് അപ്പ് ടു ഗിവ് ബാക്ക്, നമ്മൾ പറയുന്നത് നമുക്ക് ഗിവ് അപ്പ് ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ ഫുഡ് വേസ്റ്റേജ്, വാട്ടർ വേസ്റ്റേജ്, ബേണിംഗ് ഓഫ് വേസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഗിവ് അപ്പ് ചെയ്യാം. സോ ദാറ്റ് വി ക്യാൻ ഗിവ് ബാക്ക് ടു പ്ലാനറ്റ്. നമുക്ക് സ്പീക്ക് അപ്പ് ഫോർ നേച്ചർ, നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള മരം മുറിക്കുമ്പോൾ, തണ്ണീർത്തടം നശിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കായൽ കയ്യേറുമ്പോൾ നമുക്കൊരു നിലപാടെടുത്ത് അതിനുവേണ്ടി സംസാരിക്കുവാനായിട്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ആരാണ്, ഇപ്പൊ ചെയ്തില്ലെങ്കിൽ എപ്പോഴാണ് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിനെ എപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇഫ് നോട്ട് യു ഹൂ, ഇഫ് നോട്ട് നൗ വെൻ. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് 2021 പരിമിതികളോടുകൂടിയാണ് നമ്മൾ എർത്ത് അവർ ഒബ്സർവ് ചെയ്യുന്നെങ്കിലും നമുക്കൊരു ഡിജിറ്റൽ എൻഗേജ്മെന്റ്സോടുകൂടി നമ്മുടെ അതാത് ലോക്കൽ ഏരിയസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് ചെയ്യുവാനായിട്ട് ഇതിൽ മുന്നോട്ട് പോകാനായിട്ട് ഇടയാകട്ടെ. അതിന് നിങ്ങൾ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കും. ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, നെയ്ബേഴ്സിനോട് ഒക്കെ ഷെയർ ചെയ്യുക. മാക്സിമം ആൾക്കാരിലേക്ക് എത്തുക. ഈ പ്രസന്റേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പ്രസന്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രസന്റേഷൻ വേണമെങ്കിലും ഷെയർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പം ഈ മാർച്ച് 27 2021 8 മുതൽ 9 വരെ ആവശ്യമില്ലാത്ത വിളക്കുകൾ അണച്ച് റിന്യൂവബിൾ എനർജിയിലേക്ക് പോയി, ഗിവിംഗ് അപ്പ് ടു ഗിവ് അപ്പ് പ്ലാനറ്റ് എർത്ത്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് ഭൗമമണിക്കൂർ വിജയമാക്കാനായിട്ട് നമുക്കും ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് എവറിബഡി അണ്ടർസ്റ്റുഡ്. സർ പറഞ്ഞ പോലെ ഇതിന്റെ ഈ സെഷന്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾക്കൊരു മെന്റി ക്വിസ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ അതിന്റെ കോഡ് ഈ ചാറ്റ് ബോക്സിൽ തരാം. ഇപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15 എക്സ്പേർട്സ് നമുക്ക് ഹാസ് സ്പോക്കൺ അപ്പ് ഫോർ നേച്ചർ. സോ ലെറ്റ്സ് ഹിയർ വൺ മോർ എക്സ്പേർട്ട് ടോക്ക്. TR മനോഹരൻ സാർ നമ്മുടെ കൂടെ എപ്പോഴും എല്ലാ വോളണ്ടിയർ ടോക്സിലും ഇവിടെ ഉള്ളതാണ്. അപ്പൊ സാറിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ശിവകുമാർ സാർ. ഞാൻ TR മനോഹരൻ, സസ്റ്റൈനബിലിറ്റി പ്രൊഫഷണൽ. സാർ വീഡിയോ കാണുന്നില്ലല്ലോ. ഫോറസ്റ്റ് സർട്ടിഫിക്കേഷൻ അഥവാ വനം സാക്ഷ്യപ്പെടുത്തലിനെ കുറിച്ചാണ്. തടയേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ലോകത്ത് ഏതാണ്ട് 13 ദശലക്ഷം വനങ്ങളാണ് നശിക്കുന്നത്. അതായത് ഓരോ മിനിറ്റിലും ഫുട്ബോൾ ഗ്രൗണ്ടിന് തുല്യമായ ഇപ്പൊ ഓക്കെയാണ്. ഞാൻ TR മനോഹരൻ, സസ്റ്റൈനബിലിറ്റി പ്രൊഫഷണൽ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഫോറസ്റ്റ് സർട്ടിഫിക്കേഷൻ അഥവാ വനം സാക്ഷ്യപ്പെടുത്തലിനെ കുറിച്ചാണ്. വനനശീകരണം തടയേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ലോകത്ത് പ്രതിവർഷം
ഏതാണ്ട് 13 ദശലക്ഷം വനങ്ങളാണ് നശിക്കുന്നത്. അതായത് ഓരോ മിനിറ്റിലും 36 ഫുട്ബോൾ ഗ്രൗണ്ടിന് തുല്യമായ വനങ്ങളാണ് നശിക്കുന്നത്. ഇത് തടയാൻ ഉത്തരവാദിത്വമുള്ള വനപരിപാലനം അത്യന്താപേക്ഷിതമാണ്. നമ്മൾ വാങ്ങുന്ന സാധനങ്ങളും സേവനങ്ങളും വനനശീകരണത്തിന് കൂട്ടുനിൽക്കുന്നവയല്ലെന്ന് ഉറപ്പാക്കാൻ അനേകം അവസരങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതിലൊന്നാണ് ഫോറസ്റ്റ് സർട്ടിഫിക്കേഷൻ അഥവാ വനം സാക്ഷ്യപ്പെടുത്തൽ. ഫോറസ്റ്റ് സർട്ടിഫിക്കേഷനിലൂടെ ഉത്തരവാദിത്വമുള്ള വനപരിപാലനമാണ് ഉറപ്പാക്കുന്നത്. വനവിഭവങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഫോറസ്റ്റ് സർട്ടിഫിക്കേഷൻ മുദ്ര നോക്കി വാങ്ങാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു. നാം അത്തരം മുദ്രകൾ നോക്കി സാധനങ്ങൾ വാങ്ങുമ്പോൾ അവയുടെ ഉറവിടങ്ങളായ വനങ്ങളെയും തോട്ടങ്ങളെയും ലോകത്ത് എവിടെയാണെങ്കിലും സംരക്ഷിക്കാൻ നമുക്ക് സഹായിക്കാനാകും. പുറമെ ആഗോളതാപനം തടയാനും വന്യജീവികളെ സംരക്ഷിക്കാനും നമുക്കാകും. ഭൂമിക്കായി ശബ്ദമുയർത്താൻ എന്നോടൊപ്പം അണിചേരൂ ഈ ഭൗമമണിക്കൂറിൽ. താങ്ക് യു മനോഹരൻ സർ. ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് 15 എക്സ്പേർട്സിന്റെ അടുത്തുനിന്ന് 15 വീഡിയോസ് ഉണ്ട് സ്പീക്കിംഗ് അപ്പ് ഫോർ നേച്ചർ. വി വിൽ ബി ഷെയറിംഗ് ഇറ്റ് ഓൺ അവർ ഫേസ്ബുക്ക് ഹാൻഡിൽസ് ആൻഡ് ഇൻസ്റ്റഗ്രാം, അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇൻ ദ കമ്മിങ് 2 days. അപ്പോൾ പ്ലീസ് മേക്ക് ഷുവർ ദറ്റ് യു നോ യു ആർ ഏബിൾ ടു ഷെയർ ഇറ്റ് ടു ഓൾ യുവർ ഫ്രണ്ട്സ് ആൻഡ് അതർ ഗ്രൂപ്പ്സ് ദറ്റ് യു ആർ ഇൻ ആൻഡ് സ്പ്രെഡ് അവയർനെസ് ഈ ഒരു കാര്യത്തെ പറ്റി, ഈ വീഡിയോസ്. ഇനി നമുക്ക് നമ്മുടെ കൂടെ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള വോളണ്ടിയേഴ്സ് ഈ പരിപാടിയിൽ എർത്ത് അവർ നമ്മുടെ കൂടെ നിന്ന് ചെയ്തിട്ടുള്ള കുറച്ച് വോളണ്ടിയേഴ്സിന്റെ അടുത്തുനിന്ന് അവരുടെ എക്സ്പീരിയൻസസ് കേൾക്കാം. ആദ്യമായിട്ട് ഞാൻ ശിവപ്രസാദ് സാറിനെ ക്ഷണിക്കുന്നു. സാർ ഏറ്റവും നമ്മുടെ വോളണ്ടിയേഴ്സ് ടോക്ക് തുടങ്ങിയപ്പോൾ ഇനോഗ്രൽ ടോക്ക് സാറിൻ്റെതായിരുന്നു. ഹി ഹാഡ് സ്പോക്കൺ അബൌട്ട് ponds and tanks of Trivandrum. Welcome sir, and please we invite you to share your experiences. എല്ലാവർക്കും നമസ്കാരം. WWF-നെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഇതിനകത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അതില് ഞാന് സഹകരിച്ച് മാത്യു സാറ്, അത് മാത്യു സാറിനെ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ ഇതിൽ സഹകരിച്ച് കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? അപ്പൊ സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലം. 2009-ലോ 2010-ലോ നമ്മുടെ എർത്ത് അവറുമായിട്ടും ബന്ധപ്പെട്ട് ഞങ്ങള് ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു. ശിവകുമാർ സാറും രഞ്ജൻ സാറും ഒക്കെ ഞങ്ങള് ലീഡേഴ്സ് ആണെന്ന് പറയുമെങ്കിൽ അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും നമ്മള് തീർച്ചയായിട്ടും ഫുൾ സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങള് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലുള്ള പ്രവർത്തനം ഈ ഡിജിറ്റൽ മീഡിയക്ക് വരുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷെ നമ്മൾ ഇതെങ്കിലും ചെയ്യണം എന്നുള്ളത് അത് ഉറപ്പാണ്. അത് ഇനിയും നമുക്ക് ഈ മഹാരോഗം എന്ന് പറയുന്നത് നമുക്കൊരു വാണിംഗ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്നുള്ളത്, ഈ വാക്സിൻ കൊണ്ട് നമ്മൾ എങ്ങനെ രക്ഷപ്പെടാന്നുള്ളതിനെ പറ്റി ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ്. അതാണ് എൻ്റെ കാര്യം. അതായത് ഈ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, നശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യമായ അവസ്ഥ. അത് ശ്രദ്ധിച്ചാൽ അറിയാം. എവിടെയെങ്കിലും ഒരു വാട്ടർ സോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ മാലിന്യം ഇടും. അതാണ് നമ്മുടെ ഒരു കുഴപ്പം. അത് ഈ പ്ലാസ്റ്റിക് കത്തിക്കല് എന്ന് വേണ്ട. ഇപ്പൊ രഞ്ജൻ സാറ് തന്നെ പറഞ്ഞു, തെർമൽ പവർ നമ്മൾ ഉപയോഗിക്കുന്നു. അത് ഇവിടെ അല്ല, നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയാണ്, ഇവിടെ ആന്ധ്രയിൽ നിന്ന് വാങ്ങിക്കുകയാണ്. യഥാർത്ഥത്തില് അത് ദോഷവശമാണ് എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞാണ്. നമ്മള് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിനെ തമാശയ്ക്ക് കളിയാക്കും. അതായത് സ്വന്തം പ്രോഡക്റ്റ് ഏറ്റവും കുറച്ച് വാങ്ങിക്കുന്നതിന് പിന്നെ ഇത് തരുന്ന ഗിഫ്റ്റ് തരുന്ന സ്ഥാപനമാണ്. യഥാർത്ഥത്തില് അതിനകത്തൊരു ഉദ്ദേശശുദ്ധി ഉണ്ട്, അത് മനസ്സിലാക്കുന്നില്ല. അവരെ ആ ഇലക്ട്രിസിറ്റി ബോർഡിനെ നമ്മൾ ഇത് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മള് കുറയ്ക്കുന്നില്ല. നമ്മൾ അങ്ങനെ ഇത് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തില് ഇവിടെ നമുക്ക് ഹൈഡ്രൽ പ്രോജക്റ്റ്, അതിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇപ്പൊ രഞ്ജൻ സാറ് തന്നെ പറഞ്ഞ സോളാർ എനർജി. യഥാർത്ഥത്തിൽ അതിലും ഒരു വലിയ ദുരന്തം ഒളിച്ചിരിപ്പുണ്ട്. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റാൻ സാധ്യതയില്ല. പക്ഷെ വരും തലമുറയ്ക്ക് അത് അനുഭവിക്കേണ്ടി വരും. കാര്യം ഇതിന്റെ ആ പാനൽസ് ഇത് ചീത്തയായി കഴിഞ്ഞു കഴിഞ്ഞാല് അതെവിടെ കൊണ്ട് കളയും? ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കളയും. യഥാർത്ഥത്തില് അതിലും
അതിഭയങ്കരമായ പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര ചുരുക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ ടൈം മാനേജ്മെന്റ്, അതുപോലെ തന്നെ എനർജി മാനേജ്മെന്റ്, വാട്ടർ മാനേജ്മെന്റ്, വെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 3 ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ടൈം മാനേജ്മെന്റ് ഇല്ല. ഇപ്പൊ തന്നെ വേണമെങ്കിൽ ശ്രദ്ധിക്കാം, ഇതിനകത്ത് 7 മണിക്ക് വരൂ എന്ന് ശിവകുമാർ സാർ എത്രയോ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. 7 മണിക്ക് ഇതിനകത്ത് വന്നവർ എത്ര പേരുണ്ട്? അത് ടൈം മാനേജ്മെന്റ്, അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ എനർജി മാനേജ്മെന്റ്, അത് ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. വാട്ടർ മാനേജ്മെന്റ്, അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ടാപ്പ് തുറന്നിട്ട് പിന്നെ പല്ല് തേച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ കൈ കഴുകിക്കൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ അതുപോലെ ഒരു പ്രശ്നം വരാം. ഇത് കല്യാണ സ്ഥലങ്ങളിലൊക്കെ, കല്യാണ മണ്ഡപങ്ങളിലൊക്കെ നമുക്ക് കാണാം. ഇത് ഈ വാട്ടർ മാനേജ്മെന്റ് ഒന്നും ഇല്ലെന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ കുറ്റം പറയുകയല്ല, വാട്ടർ അതോറിറ്റിയിൽ എങ്ങാനും ജോലിയുള്ളവർ ഇത് കേട്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. വാട്ടർ അതോറിറ്റിക്ക് ഒട്ടുമില്ല. കാരണം എവിടെയെങ്കിലും ജലം പാടി പോകുന്നു അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നാളെ വന്ന് നോക്കൂല. ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ടേ 3 ദിവസം കഴിഞ്ഞിട്ട് സാർ അത് കഴിഞ്ഞോ എന്നോട് ചോദിക്കുകയാണ്. എവിടാ, കഴിയുന്നില്ല. ഇതാണ് സംഭവം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതിനെ ഈ മനസ്സിലാക്കുന്നതിന് ഏറ്റവും പങ്കുവഹിക്കുന്ന ഒരു സംഘടനയാണ് WWF. വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങളെ ഇതിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മ്യൂസിയം കോമ്പൗണ്ടിൽ പാളയത്ത് കിഴക്കേക്കോട്ടയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത് ഈ 4 ദിവസത്തിന് മുമ്പുള്ള ഈ പരിപാടിക്ക് നമ്മൾ പ്രവർത്തനത്തിന് ഇറങ്ങി ശംഖുമുഖത്തൊക്കെ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നിൽക്കുന്നവരുണ്ട്. അതേ സമയത്ത് ചൂടായിട്ട് അടിക്കാൻ പിടിച്ചവരുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കൊച്ചു കുട്ടിയെ, അത് പിന്നെ ശിവകുമാർ സാറാണ് അത് പിടിച്ചു മാറ്റിയത്. ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ നമ്മള് അയാള് ഒരു പക്വതയുള്ള മനുഷ്യനാണെന്ന് ധരിച്ചതാണ്. പക്ഷെ അവനെ പിടിച്ച് തള്ളിക്കൊണ്ട് നിന്റെയൊക്കെ അരമണിക്കൂർ ഈ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് അവിടെ ഇതൊക്കെ ഉണ്ടായി വരുന്നതെന്ന് പറഞ്ഞിട്ട് ചീത്തയും പറഞ്ഞു. സത്യം പറഞ്ഞ അന്ന് എനിക്ക് ദേഷ്യം ഞാൻ അയാളെ അടിക്കാൻ പോയത്. പക്ഷെ ശിവകുമാർ സാർ അത് പിടിച്ചു മാറ്റി. അപ്പൊ ഇതൊക്കെ എന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഉണ്ടായത്. പക്ഷെ ആൾക്കാർ ഒരുപാട് മനസ്സിലാക്കി. പിറ്റേ വർഷം ഒക്കെ നന്നായിട്ട് ആൾക്കാർ സഹകരിച്ചു. നല്ല ഒരിതുണ്ട്. അപ്പൊ ഇത് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പണ്ടത്തെ അല്ല, സംസ്കൃതത്തില് ഒരു ശ്ലോകമുണ്ട്. ദശകൂപ സമവാദി ദശവാവി സമഹൃത ദശഹൃത സമപുത്ര ദശപുത്ര സമദ്രുമ. ഒറ്റയടിക്ക് പറയാം, 10,000 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം എന്നാണ് പറയുന്നത്. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ കണക്കൂട്ടി എടുത്താലും മതി, നമുക്ക് ഒരു മരത്തിന്റെ പ്രയോജനം മനസ്സിലാകും. എന്ന് വിചാരിച്ചിട്ട് ഇപ്പം മരം വെട്ടണ്ടെന്ന് പറയില്ല. ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു മരം വെട്ടിക്കളയാം. പക്ഷെ അതിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഈ കാട് നശിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ കാട് നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് കണ്ടമാനം വിളിക്കുമ്പോഴേ കുറച്ചെങ്കിലും അത് നിർത്തി വെക്കത്തുള്ളൂ. അതാണ് എൻ്റെ കാര്യം. അപ്പൊ നമ്മൾ ഇതെല്ലാം തന്നെ ഈ WWF ഒരുപാട് അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് ഉൾപ്പെട്ട് ഇത്രയെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. അതിന് പ്രത്യേകിച്ചും രഞ്ജൻ സാറിനെയും ശിവകുമാർ സാറിനെയൊക്കെ ഞാൻ ഇത് ചെയ്യാണ്, വളരെ അഭിനന്ദിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചെറിയ ഒരു സ്ഥാനവും അതിനുള്ള ഒരു സ്ഥലവും തരുന്നതിന് അതിനും പ്രത്യേകിച്ച് താങ്ക്സ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രായമായി അവനൊക്കെ പോട്ടെ എന്നുള്ള ധാരണ പലർക്കും ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ചെറുപ്പമാണ്. അതാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ വിജയാശംസകളും എന്നെ നേരുന്നു. പിന്നെ ഈ കൂടുതൽ പ്രവർത്തിച്ചതിനെ പറ്റിയൊക്കെ പിന്നെ രഞ്ജൻ സാർ പറഞ്ഞു. ഇത് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുമായിട്ട് വന്നിട്ടുള്ളവർ തന്നെ ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല ഇതിലുള്ളവരായിരുന്നു. ബിജു പ്രഭാകർ സാറ്, സുരേഷ് ഗോപി സാറ്, ഇവരൊക്കെ തന്നെ തിരുവനന്തപുരം വെച്ച് നടന്ന കാര്യമാണ്. ഇതുപോലെ പല സ്ഥലങ്ങളിലും വെച്ച് ഇത് നടന്നിട്ട് പോകും. എന്തായാലും ഈ ഒരു സായാഹ്നത്തിൽ ഇത്രയും പറയാനുള്ള ഒരു അവസരം തന്നതിൽ താങ്ക്സ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് സാർ നമ്മുടെ കൂടെ എല്ലാ പരിപാടിക്കും ഉണ്ട്. ഇതിന് വെരി 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 ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച് അഗൈൻ. ഇനി നമ്മുടെ കൂടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് ശ്രീ മുരുകൻ പേരാപ്പറമ്പിലാണ്. മുരുകൻ നമ്മുടെ കൂടെ ഒത്തിരി വർഷങ്ങളായിട്ട് പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ടർട്ടിൽ കൺസർവേഷൻ പ്രോജക്റ്റിലും അതേപോലെ പാരിസ്ഥിതികം എന്ന് പറഞ്ഞ പ്രോജക്റ്റിലും ഒക്കെ. Let us hear what he has to say about our experiences. Over to you, Murugan.
ഓഡിയോ ഓഡിയോ മുഴുവൻ ബ്രേക്ക് ആവുക മുരുകൻ. വീഡിയോ കട്ട് ചെയ്ത് നോക്കിക്കേ. വീഡിയോ ഇല്ല മുരുക കട്ടായി പോകുന്നു. വീഡിയോ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അടുത്ത ആള് പറഞ്ഞോട്ടെ, അപ്പൊ ഞാൻ ഒന്ന് പുറത്തേക്ക്. ഓക്കെ, എന്നാ ശരി. നമ്മുടെ കൂടെ ഇവിടെ ഓം. ഹലോ, കേൾക്കാമോ? ഓം മാത്യു അല്ല, OM മാത്യു. OM മാത്യു, സോറി. OM മാത്യു സാർ ഉണ്ട്. സോറി, സോറി. ഞാൻ എപ്പോഴും സാറിന്റെ ഓം മാത്യു സാർ എന്നാണ് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചോണ്ട് ഇനീഷ്യലി കാണും. ഐ എം റിയലി സോറി. ബട്ട് സാർ, വെൽക്കം അഗൈൻ ആൻഡ് സാർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. ഒരു സെക്കൻഡ്. ഓം എന്ന് അദ്ദേഹത്തിന് അർത്ഥവത്തായിട്ട് തന്നെ പറയാം. ആ ഓമിന് അർഹതയുള്ള മനുഷ്യനാണ്. ഓമിന് തന്നെ ആ ഓമിന്റെ അർത്ഥം തന്നെ. താങ്ക് യു സർ. സോ OM മാത്യു സർ, പ്ലീസ് കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. മാത്യു സാറിന്റെ കണക്ഷൻ ഉണ്ടോ? കട്ടായി പോയെന്ന് തോന്നുന്നു. മാത്യു സാർ ഉണ്ടായിരുന്നല്ലോ. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു സാർ കട്ടായി പോയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മുരുകന് അവിടെ കണക്ഷൻ ശരിയായോ? അതെ അതെ, പറഞ്ഞോളൂ. ഞാൻ 2010-ലാണ് WWF അസോസിയേറ്റ് ആദ്യമായിട്ട് എർത്തവറിന് വേണ്ടി അവിടെ തിരുവനന്തപുരം എത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാ വർഷവും എത്താറുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ, നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്യാത്തൊരു ക്യാമ്പയിന്. നമ്മള് മാനവീയം വീതി, അതുപോലെ തന്നെ നമ്മുടെ പാളയം, അവിടെ എല്ലാം ചെന്ന് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും ആ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്താണ് ഇങ്ങനെ കാര്യങ്ങള്. പിന്നെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നമ്മൾ അങ്ങനെ പഠിച്ചു, അങ്ങനെ വന്നു. പിന്നെ എല്ലാ വർഷവും ഇത് ചെയ്യാൻ വേണ്ടി മാത്രം മലപ്പുറത്ത് നിന്ന് അങ്ങോട്ട് ഒരു 4 ദിവസത്തേക്ക് വരും. അത് കഴിഞ്ഞ് എർത്തവർ കഴിഞ്ഞ് അന്ന് രാത്രി അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് തിരിച്ചു വരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ, അത് ചെറിയ കുട്ടികളെ ഇതിന്റെ ഇമ്പോർട്ടൻസ് ചെറിയ ഏതെങ്കിലും കാര്യത്തിലൂടെ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഇതിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനേ സാധിക്കും. അല്ലാതെ ഇപ്പോൾ മാത്യു സാറ് അല്ലെങ്കിൽ ശിവപ്രസാദ് സാറ് അവരെല്ലാം അതിനോട് താല്പര്യപ്പെട്ട് വരുന്ന ഒരു ഇത്, അല്ലെങ്കിൽ ആ താല്പര്യപ്പെട്ട് വരുന്ന കമ്മ്യൂണിറ്റി എന്നായാലും അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും. അതല്ലാത്ത ഒരു ടീമിനെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെ ഒരു ചെറിയ കുട്ടിയാണ്, ഒരു 5th സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ്, അവർക്ക് ബേർഡിങ് എന്താണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേച്ചറിന്റെ കാര്യങ്ങൾ, അതിൽ നിന്ന് അവർക്ക് എക്സ്പോഷർ കിട്ടണം. ഇങ്ങനെയാണ്, ഇതാണ്, ആ ഒരു രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവര് സ്വാഭാവികമായിട്ട് നമ്മളോടും അതുപോലെ നമ്മുടെ ഏത് ആക്ടിവിറ്റീസിനോടും നേച്ചറിനോട് ബന്ധപ്പെട്ടുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യും. ആ ഒരു രീതിയിൽ നമ്മളൊപ്പം വരും. കാരണം അതിന് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, അവിടെ WWF വന്നതിന് ശേഷം അവിടെ കണ്ടിട്ടുള്ള കുറെ കുട്ടികളെ, അവരെല്ലാവരും എർത്തവറിന്റെ ക്യാമ്പയിനും ബാക്കി കാര്യത്തിനുമായിട്ട് നമ്മളൊപ്പം പിന്നെ കുറെ വർഷത്തേക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കഴിഞ്ഞൊരു 3 വർഷമായിട്ടാണ് ഞാൻ എത്താതിരുന്നിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ വർഷങ്ങളും ഞാൻ വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ ആ ഒരു കുട്ടികളെ നമ്മൾ WWF ഏത് രീതിയിലാണ് ഇതിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതേ രീതിയിൽ അപ്പൊ WWFന്റെ സപ്പോർട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അല്ല വിഷയം. നമ്മുടെ വീട്ടിലെ കുട്ടികളാണെങ്കിൽ ആവാം, അതുപോലെ നമ്മളുടെ ഹൗസിംഗ് സൊസൈറ്റിയിലുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ ആവാം, അതുപോലെ ഫ്ലാറ്റുകളിൽ വരുന്ന കുട്ടികളെ, അവരെല്ലാവരും ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കി അവർ ഉൾക്കൊണ്ട് വരും. ഈ വരുന്നത് വലിയൊരു മാറ്റത്തിനായിട്ട് തന്നെ ഇടവെക്കും. അതാണ് എനിക്ക് എർത്തവറിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയാണെന്ന് വെച്ചാൽ മോനാണെങ്കിലും
ഇപ്പൊ അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അർത്ഥവർ എന്നതാണെന്ന് പറയുമ്പോൾ അധികം മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. അനുവിനും രഞ്ജു സാറിനും എല്ലാം അറിയാം, ആളെ കണ്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ അതിലൂടെ ഈ നേച്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മൾ എങ്ങനെ എനർജി കൺസർവ് ചെയ്യണം അല്ലെങ്കിൽ നേച്ചർ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു മുരുകൻ. ഇനി നമുക്ക് നമ്മളുടെ ഒരു ചെറിയ വോളണ്ടിയറായ നമ്മളുടെ എല്ലാ വീട്ടിലേക്കും വരുന്ന പ്രിയാൻഷ് എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു വീഡിയോ കാണാം. Hi, I'm Priyansh Nair of class 6D, Bhavans Vidya Mandir, Erur, and I'm speaking up for endangered wildlife. Last year was a wake-up call for us. We cannot do business as usual. It is the time we speak up for nature, which is disappearing at an unprecedented rate. The power is in us to make nature matter and show that we care. We know that if given a chance, nature can bounce right back. Together, we can do this. Join me on 27th March and keep your non-essential lights off to speak up for nature. Thank you. Thank you, Priyansh. I'm sure that you are also here with us today. Thank you all the volunteers. Nice of you to like give us the bite, Priyansh. ഇനി നമുക്ക് വീഡിയോ ഒരു മെന്റി ക്വിസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് പോവാം. അതിന് മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. If you have another phone with you or any other device, if you're not using a laptop, അത് കയ്യിൽ വെക്കുക, so that you know ക്വിസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ ഈ ചാറ്റ് ബോക്സിൽ ക്വിസിന്റെ www.menti.com, അതായത് MENTI.com അതിൽ കയറുക. എന്നിട്ട് ഞാനൊരു കോഡ് ഇതിനകത്ത് പറയാം, അത് അവിടെ ടൈപ്പ് ചെയ്യുക, സോ ദാറ്റ് യു ക്യാൻ ഗോ ടു ദ ക്വിസ്. Neha ma'am, did you want to ask something? Yes, Anu, Neha madam join ചെയ്തിട്ടുണ്ട്. So do we do the quiz now, or should Neha ma'am wants to talk now? Can she talk now? Neha madam, can you speak now? Neha madam? Hello? Okay. നമുക്ക് എന്നാ ക്വിസിലേക്ക് പോവാം. മാഡം അവിടെ എല്ലാം തോന്നുന്നു. I think she has lost her connection. അപ്പൊ ഈ www.menti.com പോയിട്ട് യൂസ് ദ കോഡ് 60845502. ഒന്നും കൂടെ പറയാം, 60845502. എല്ലാരും റെഡി ആണെങ്കിൽ നമുക്ക് തുടങ്ങാം. Hello. So you have to be very fast and you have to say the right answer. I shall give
I shall give another 2 or 3 minutes for everybody to join. Code ആണ് 60845502. എല്ലാവർക്കും സ്ക്രീൻ കാണാമോ? Yes, ma'am. Okay, cool. 4 പേരെ join ചെയ്തിട്ടുള്ളൂ. So I'll wait for a couple of more minutes. Am I audible now? Yes, ma'am. You are audible. Yeah. Yeah, okay. Good evening. Will you please talk after the quiz? Yes, no problem. Oh, okay, great. Thank you. 6 പേര് join ചെയ്തിട്ടുണ്ട്. ഹലോ അനു, ആ കോഡ് എവിടെയാണ് ഇത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്? സാർ അവിടെ menti.com എന്ന് പോയിട്ട് അവിടെ ഒരു പാസ്കോഡ് ചോദിക്കും ആ ഒരു ബോക്സിൽ. അപ്പം അവിടെ കൊടുത്താൽ മതി 60845502 എന്ന് പറഞ്ഞിട്ട് എൻറ്റർ ഞെക്കിയാൽ മതി. അപ്പം ആ ക്വിസിലോട്ട് പോകും. ആ സൈറ്റിന്റെ പേരെന്നൂടെ പറഞ്ഞേ. www.menti.com MENTI.com. കയറാൻ പറ്റുന്നുണ്ടോ സാർ? ഏഴ് പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഹലോ, എനിക്ക് തോന്നുന്നു പലരും മൊബൈലിൽ നിന്ന് തന്നെ ആയിരിക്കും മീറ്റിംഗിന് ജോയിൻ ചെയ്യുക. അത് ജസ്റ്റ് മൊബൈലിലെ മീറ്റിംഗ് മിനിമൈസ് ചെയ്തിട്ട് മെന്റി എടുത്താലും മതി, കുഴപ്പമില്ല. അതെ, കട്ടാവില്ല. Anushida, please tell the code once again. 60845502. 60845502. Okay. എന്നാ നമുക്ക് തുടങ്ങാം. So there are 5 questions. You have to be really fast and give the correct answer to win. Okay, 8 പേരുണ്ട്, നമുക്ക് തുടങ്ങാം. 9 പേരുണ്ട്. Okay, great. Buy BEE star rated appliances. What does BEE stand for? Correct answer is Bureau Energy Efficiency. BEE. Okay, let's start the presentation. Sorry, who decides the price of electricity in Kerala? സാറിന് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്താൽ മതി. എന്തോ? ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്താൽ മതി. Okay, sorry. Which thing under the Department of Power? I don't know, something is wrong with many people. Anu, can you please switch off the mute?
audio? Some music is coming. Can you stop that? I'm not sure how to. Anu, music എന്താ വരുന്നത് ഒരു ബാക്കില്? First you click the arrow, just press enter. അപ്പോൾ അടുത്ത question വരുള്ളൂ. Do not use the mouse again. ഒരു second. Anu, don't use the mouse. First time mouse, second enter അടിക്കൂ. Enter press on the keyboard. Oh, sorry. I don't know what's happening. Don't use the mouse second time. Press enter. I'll have to go. Anu, ഈ മ്യൂസിക് എവിടുന്നാ വരുന്നേ? അതാ ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. മെന്റിമീറ്ററിൽ തന്നെ ഉള്ള മ്യൂസിക് ആയിരുന്നു. You should have switched that off. Okay, don't worry. Oh my god, I don't know how to do that. Okay, let's go to the you next press question. that arrow mark, you go to the next question. The question വരും, പിന്നെ enter അടിച്ചാലേ question start ആവുള്ളൂ. Okay, hold on. I was doing it properly. I do the next and then it comes on its own. What is the code once again? I got logged out. 60845. Sorry. 1 second. It's so confusing. Only when I do the next, it automatically comes. But this is automatically going to the answer. I did not press enter now. No, you pressed it 2 times. You pressed the arrow mark 2 times. That is why. No, I just pressed it once. What is the code? Can you give it please again? 608455. 02. But I guess this is the last question. That was the 5th question. I'm so sorry. Shaitan, I only pressed it once. The second question though, but I just went on to the answer. I don't know why. I'm sorry. But anyways, we can look at the questions again. I don't have a net. Just run it once again. No, it's just informative. Just run it once again. Okay, great. Okay. Can you see my screen? No, I guess I have to share again. 1 second. Okay, so the first question was, 1 second. Anu, just ആദ്യമൊക്കെ ഒന്നുകൂടെ ഒന്ന് തുടങ്ങിക്കോ. എല്ലാവരും ഒരു എക്സ്പെൻസീവ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ബിക്കോസ് ഇഫ് ഐ പുട്ട് ദാറ്റ് പ്രസന്റ് ഇറ്റ് അഗൈൻ പിന്നെയും പാട്ട് വരും ബാക്ക്ഗ്രൗണ്ടില്. I don't know how to switch it off. അങ്ങനെ പ്രസന്റ് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. Music off ചെയ്യുന്ന ഓപ്ഷൻ റൈറ്റ് സൈഡിൽ താഴെ ഉണ്ട്. റൈറ്റ് സൈഡിൽ താഴെ മ്യൂസിക് ഓഫ് ഒരു ഓപ്ഷൻ ഉണ്ട്. നോക്കട്ടെ. കുറച്ച് മുകളിൽ. Okay. So maybe I should present again. Okay. Okay, so this is the first question. We should always buy BEE star rated appliances. What does BEE stand for? So the correct answer, of course, is Bureau of Energy Efficiency. So I'm only pressing this once, right, Sandra Cheta? Yeah. Okay. So I press it once. See, then it comes on its own. No, now because this quiz is already done, so that is a result will come immediately. Oh, we had tried it at the office. Maybe that's why it came. You should we not tried try. it You once should at not the try. office. Oh, okay. Sorry. No. I did not then know it will not come. Okay, fine. Who decides the price of electricity in Kerala? So there is a commission called as Kerala State Electricity Regulatory Commission. അവരാണ് നമ്മളുടെ per unit price decide ചെയ്യുന്നത്. The next question is, which wing under the Department of Power promotes energy conservation in Kerala? This is the Energy Management Center. Our officers we have Dr. Hari Kumar from EMC giving us a small message on energy conservation, which we'll share with everybody. Aditha question is, the first airport in India that runs completely on solar energy is, of course, Namada Sial, that is Cochin International Airport. The next question is, what time do we switch off non-essential lights and switches to observe Earth hour?
Saturday 8:30 to 9:30 p.m. അതായത് last Saturday of every March. Thank you. Sorry, there was a whole mishap, but I hope this was sorry. Have I stopped screen sharing? I guess, right? Hello? Hello? ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. You can call Neha madam. Neha ma'am, I invite you to like say a few words about your experiences on celebrating Earth Hour in Kerala. അതിനു മുന്നേ ഒരു കാര്യം, നെഹ madam. Good evening, sir. Yeah. Am I audible, please? Yes. Good evening, everybody. Good evening, dear friends. About Earth Hour, I would like to tell that I had participated almost continuously for 6 years. And we had, all of you must have heard from all other participants, sticker distribution every year we used to do at junctions on the MG road. And then after that, we used to have a evening. We used to have, after that, we used to have this 8:30 to 30 Earth Hour at, I can't remember the name of the place, East Fort. At East Fort, we used to have. And Gandhi Park. Gandhi Park. Gandhi Park. Thank you. Thank you, sir. One of the highlights of Earth Hour was that I had convinced all the residents of my society used to stay in the building, and we had all gathered. I had convinced all of them to switch off the mains of their house and come to the terrace. We had put a banner given by WWF on the terrace, and we had taken a photograph. Almost 7 to 9 house owners were there, and they had all observed this Earth Hour that year. I think it was 2015, and it was really memorable. A lot of encouragement we got from WWF, Shivan sir, Kumar sir, and it was very hectic to be a part of this Earth Hour campaign every year. I still remember those days in Trivandrum. Now I'm in Mumbai. Thank you, all of you participants, dear friends, for listening to me. Thank you. Thank you, ma'am. Neha ma'am, we do miss you in Trivandrum. Hope we can come back sometime. We do miss you for our birding activities, especially. Thank you, ma'am. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഈ പരിപാടിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ന് ഇവിടെ സംസാരിച്ചതിനെ കുറിച്ച് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. അത് കഴിഞ്ഞിട്ട് do you want to run the quiz once? I can do it once for you. Oh, should we? But now everybody knows the answer. No, I have another quiz set. Oh, how many questions? 5? 5. Okay, great. Maybe we should do it. What does everybody say? Do you guys want to do it? Yes. Please carry on. Okay, cool. Let's do it then. Okay, I'm going to put a link in the chat box. All of you can please click on the link. Okay. There's a link put in the chat box. Please click on this link. Okay. Link was Senthil Kaustubam, right? Yes, Senthil Kaustubam. I'm trying to come with my mobile. My house net is not working. Are you seeing this? Yes. No. Please hold on.
Give me a moment, please. Oh, it's asking us to rejoin. Reload. Once you do the quiz in Mendy, it's not possible for you to do it again? Showing the message like that. The same quiz is not possible. We need to create another quiz. Okay. So I have actually created another quiz. I'm trying to share that. Please, once again, give me a moment, please. In the meantime, if anybody has any questions, please do ask. Yeah. Let them go ahead, please. Yeah, it's saying the quiz is not open. Please wait for Sandrachan to reload the quiz. Or winter. Reba. I'm sorry. The code to enter inside the quiz will remain the same or change? It will change, madam. Please give me a moment. I got a net disconnection. I'm connecting through the hotspot. Okay. And if we are doing the quiz with the link, there's no need to enter the code. Okay. Okay. So just click on that link itself. If you will take more than a minute, can I show another video? Yes, please. Yes, please. Yes. Okay, cool. Sorry. നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ ഹരികുമാർ, എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ. ഊർജ്ജ സംരക്ഷണവും കാര്യക്ഷമതയും കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ ഫോസിൽ ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, LPG തുടങ്ങിയവ നാം കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നു. ആഗോള താപനത്തിന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ഊർജം ഉപയോഗിക്കുമ്പോൾ അല്പം കരുതൽ ആവശ്യമാണ്. ഊർജ ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സ്റ്റാർ റേറ്റഡ് ഉപകരണങ്ങൾ മാത്രം, അതും ആവശ്യമുള്ള ഉപകരണങ്ങൾ മാത്രം വാങ്ങുക. അത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക. നമ്മുടെ കൂരയ്ക്ക് മുകളിൽ, അവനവൻ്റെ കൂരയ്ക്ക് മുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ച് അവനവൻ ആവശ്യമായുള്ള വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ഏവർക്കും മുൻകൈയെടുക്കാം. ഭൂമിക്കായി ശബ്ദമുയർത്തുവാൻ എന്നോടൊപ്പം അണിചേരൂ ഈ ഭവമണിക്കൂറിൽ. നന്ദി. താങ്ക് യു. ചന്ദ്രചേട്ടൻ റെഡിയാണോ? I'll put another link now. I guess you are using two machines. അതാണ് അവിടെ എക്കോ ഉള്ളതെന്ന് തോന്നുന്നു. ഏതെങ്കിലും ഒരെണ്ണം മ്യൂട്ട് ആക്കിയാൽ മതി. Yeah, I was on mute. I'm sorry. I am putting a link now. Kindly click on this link, please. Okay. Am I audible? Yes. You know. Yeah, there are 10 people who have joined the quiz. I can see 10 people now.
Anu, are you hearing any music? No, I'm not. No, I'm not. Okay, okay. 11 people have joined the quiz. Twelve people have joined the quiz. It's 12 people. Shall we give another moment? 13 are there now. Anu, mottham etra participants undu? Ippam aga 22 alkare ullu, including you. So Okay, okay. So 13 are there. Others also can kindly click on that link. 14. Fourteen are there. Thodangam. Okay. So Anu, first what I am doing is I am pressing an enter. Okay. Then the question comes to you people. Okay. Yeah, you can please click the answer. This timing is set for school students actually. Yeah, but nice question. I don't know the answer properly. So why are cat snakes so called? Sorry, college students. Yeah, 12 people have voted. 13 have voted. 14. It's 5 seconds to answer the question, right? We can set the timing. I have set it at about 40 seconds depending upon the question. Oh. Shivan We sir, have 5 seconds. Yeah, time is up. Sendil Chetne co-host aakkaanengi he can share the screen, right? So then I think others can also see what's happening. Oh, you want to see that? No, I was asking Shivan sir to make you the co-host, so then you can share the screen. Otherwise also I can share if I want, isn't it? Yeah, you can share your screen right now. Yeah, I'll share my screen. I will share my screen. So that it's not a black screen that we see that. Can you see my screen now? Yeah, we can see it now. Okay. We can see it now. Okay. So now what happens is now we are seeing that. Pardon? Nothing. Go ahead. I said I got it right. So there are 7 people who have got it the right answer. They are eyes like cat. They have eyes like cats. So let us see who is the leader now. I got it wrong. Yeah, again we are going to the second question. Oh, okay. My leaderboard was not there. So I press enter. We are going to the second question. Okay. The project biorefining of sugarcane bagasse for production of bioethanol and value-added products was a bilateral collaboration with which country? Yeah, 10 people have voted, 11 have voted. Biorefining. Yes. So we see the Brazil is the answer and 8 of you have got it right. So we're going to the third question. Known to be the toughest among freshwater sport fish, it is also referred to as the tiger among fishes. Can you name it? This was one trial where the leaderboard was not put in between. That is why we didn't get the leaderboard in between.
Yes, 11 of you have voted. As you can see here, the time is up. So Golden Mashir is the right answer, and 8 of you have got it right. So you're going to the 4th question. I'm pressing enter. Which of these is the common name of the only species of salamander that is found in India? Red knobby newt, crocodile salamander, Himalayan newt, and there's an option, all of these also. 10 have voted. And you can see the number of people voting here on the screen, isn't it? No. Oh, yeah. I can. On the corner, yeah. Okay. That gives an idea about how many people are voting. Okay. Time's up. And we have Himalayan newt is the answer. Sorry, I'm sorry. All of this is the answer. 3 of you have given the right answer. And here I press with the mouse, but when it goes to the next slide, this page, here you have to press enter. Okay. India. Which is the only country in the world where both lions and tigers are found in the wild? Nepal, South Africa, India, Uganda. Can you see the leaderboard? Pardon? No, I'm not seeing the leaderboard. I didn't select the leaderboard for this quiz, it seems. Oh, okay, fine. So there is an option like that though. Yeah, this is a trial I had kept with me. Okay. But when used for the colleges, I had the leaderboard. Yeah, time's up. 12 have voted. Yes, India is the answer. 10 of you have got it right. And here's the leaderboard. So this is the winner for today. Is Monroe. Monroe is the winner. Who's Monroe? I just renamed myself as Monroe. Oh, Merlin Monroe. Merlin Monroe. Who's that, Monroe? Merlin Monroe. Who is Thank you, Sandra Chetta. That was a good. That's Merlin. Congratulations. Thank you. To share my screen. Thank you. Yeah, Anu, you can go ahead. Apasheri, that was we had a nice talk today, and hope that everybody will join on 27th for Earth Hour. And namakku photo edukam, and anybody wants to say anything further, please do. Namukku photo edutittu nirtham. Please switch on your cameras. Ranjan sir പറഞ്ഞ പോലെ നമ്മള് സൈക്ലത്തോൺ പരിപാടി ഉണ്ട് 27th രാവിലെ അതേപോലെ നമ്മള് മ്യൂസിയത്തിലും 27th രാവിലെയും വൈകിട്ട് അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരിക്കും. ഇഫ് യു ആർ പാസിംഗ് ബൈ പ്ലീസ് ഡു കം ആൻഡ് ടേക്ക് എ ഫോട്ടോ വിത്ത് us. ക്രൗഡിംഗ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ വലിയ പ്രോഗ്രാം ആക്കുന്നില്ല. പക്ഷെ ഇഫ് യു ഹാപ്പൻ ടു ബി ദെയർ പ്ലീസ് ഡു ടേക്ക് എ ഫോട്ടോ ദെയർ. വേറെ പരിപാടി ട്രിവാൻഡ്രം നമ്മൾ ഓവൻലി കഫേയും പിന്നെ ഖസാക്ക് എന്ന് പറഞ്ഞിട്ട് കവടിയാറിലും we have asked them to partner with us. I mean you know like നമ്മുടെ കൂടെ നിന്നിട്ട് 8:30 തൊട്ട് 9:30 വരെ രാത്രി സ്വിച്ച് ഓഫ് ചെയ്ത് കാൻഡിൽ ലൈറ്റിൽ അവിടെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. So that is also one initiative they are doing. There is also like a placemat there. You can play a quiz and or a jumble and all those things. So if you happen to visit, please do. അതേപോലെ എറണാകുളത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ cafe 17 പിന്നെ കിരണിന്റെ ഫ്രണ്ടിന്റെ ഷോപ്പിന്റെ പേരെന്തായിരുന്നു? അറേബ്യൻ ഫുഡ് കോർട്ട്. അപ്പം അവിടെയും പോവാം. അവിടെ വൈകിട്ട് ഈ 27th 8:30 to 9:30 ലൈറ്റ്സ് ഓഫ് ആക്കിയിട്ട് കാൻഡിൽ ലൈറ്റിലായിരിക്കും.
വീട്ടിൽ തന്നെ നമ്മളുടെ സ്വന്തം വീട്ടിലും അത്യാവശ്യമില്ലാത്ത ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ട് പ്ലീസ് ഡു പാർട്ടിസിപ്പേറ്റ് ജോയിൻ ദിസ് മൂവ്മെന്റ്. താങ്ക് യു. നമ്മൾ ഐ എം ഗോയിങ് ടു ടേക്ക് എ സ്ക്രീൻഷോട്ട് നൗ. കുറച്ച് ആൾക്കാരുടെ വീഡിയോ ആരൊക്കെ ഉണ്ട് ഇവിടെ? We have an international participant joining from San Diego, California. Oh, sir, ഇവിടെ ഉണ്ടോ? Great. Manju Grace Matthew, that is my sister and her daughter who is there. Oh. We have never seen you teaching. Hi, Sneha. എടുക്കട്ടെ. Oh, that's Katie's daughter. Okay. Hi. Okay, smile. Oh, I made this thing also. Oh, but I guess ഞാൻ തിരിച്ചു വെക്കണമായിരുന്നല്ലേ. Now it says something else. No, we can see it. Okay, thank you everybody. Oh, Reba is also joining us. Okay, let me take one more picture. Oh, നേരത്തെ message അയച്ചോണ്ടിരുന്നത്. I didn't realize. Okay. Good night. See you on 27th. Okay, see you. Good night. Thank you, Siddhartha. Okay, bye-bye. Oh, please do share our videos on your with your friends. Good night. Thank you. Bye, Neha ma'am. So nice seeing you again. Yeah. Good night. So hope you'll be observing in Bombay. Yes, I will be observing in Mumbai. Let me see how many I can carry my society here. Yeah, you can do the thing, canvassing strategies. You practice here. Okay. Thank you. Good night. Okay. Bye-bye. Good night. Bye. Good night. Bye, Deepa. Bye-bye. Thank you. Bye, everybody.